ബാംഗ്ലൂരും തമിഴ്നാടും യുടെ പല ഭാഗങ്ങളിലും കഴിഞ്ഞ ദിവസം ഐസ് വീണ് പെയ്ത മഴയും ബിൽഗേറ്റ്സ് തമ്മിൽ വലിയ ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മുടെ ഇന്ത്യ ഏത് നശിച്ച എക്സ്പെരിമെന്റുകൾക്കും തുറന്നിട്ട ലബോറട്ടറി ആണെന്നാണ് ഈ നെറുകെട്ടവൻ പറയുന്നത്. ആരാണ് ബിൽഗേറ്റ്സ്? മൈക്രോസോഫ്റ്റിന്റെ ഫൗണ്ടേഴ്സിൽ ഒരാൾ, ഇപ്പോഴത്തെ സിഇഒ. എന്നാൽ ആശാൻ ഇപ്പോൾ ടെക് ലോകം നിന്ന് മാറി കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് വാക്സിൻസ്, GMO അഥവാ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം, സോളാർ ജിയോ എഞ്ചിനീയറിംഗ് തുടങ്ങിയ ഹൈലി ടോക്സിക് എക്സ്പെരിമെന്റുകൾക്കാണ്. ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ശേഷം ഇന്ത്യയെയും ഇയാൾ പരീക്ഷണങ്ങൾക്കായുള്ള ഒരു ലബോറട്ടറി ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇന്ത്യയിലെ ചൂട് കുറക്കാൻ എന്ന പേരിൽ അന്തരീക്ഷത്തിലെ ടോപ്പ് ലെയർ ആയിട്ടുള്ള സ്ട്രാറ്റോസ്ഫിയറിൽ വിമാനങ്ങൾ ഉപയോഗിച്ച് സൾഫർ എയറോസോൾ, കാൽസ്യം കാർബണേറ്റ് തുടങ്ങിയ മാരകമായിട്ടുള്ള കെമിക്കൽസ് സ്പ്രേ ചെയ്തുകൊണ്ട് ആർട്ടിഫിഷ്യലായി മഴ ഉണ്ടാക്കിയെടുക്കുന്നു. സൂര്യരശ്മികൾ നേരിട്ട് ഭൂമിയിൽ പതിക്കുന്നതിനെ തടഞ്ഞ് ചൂട് കുറച്ച് ഗ്ലോബൽ വാർമിങ്ങിനെ തടയുന്ന ശാസ്ത്രത്തിന്റെ വലിയ കണ്ടുപിടുത്തമായിട്ടൊക്കെ ഈ പറയുന്ന സോളാർ ജിയോ എഞ്ചിനീയറിംഗിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷെ ഇതിന്റെ പിറകിൽ നമ്മൾ അറിയാതെ ഇവർ ഒളിപ്പിച്ചു വെക്കുന്ന ഒരുപാട് വലിയ അപകടങ്ങളുണ്ട്. ഇതിന്റെ ഭാഗമായി നാച്ചുറൽ സോഴ്സ് ഓഫ് വൈറ്റമിൻ ഡി തടയപ്പെടുന്നു. ജനങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം ഇല്ലാതെയാവും. ഇതേ സോളാർ ജിയോ എഞ്ചിനീയറിംഗ് കാരണം ഓസോൺ പാളിക്ക് വരെ വിള്ളലേറ്റേക്കാം. അന്തരീക്ഷത്തിന്റെ സ്വാഭാവികത നഷ്ടപ്പെടും. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാവും. എന്തിന് ആസിഡ് റെയിൻ വരെ ഇവിടെ ഉണ്ടായേക്കാം. ഇതിലെവിടെയാണ് ബിൽഗേറ്റ്സിന്റെ റോൾ എന്ന് ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ? പറഞ്ഞു തരാം. ബിൽഗേറ്റ്സ് സാമ്പത്തികമായി സഹായിക്കുന്ന ഹാർവേഡിലെ കോംപെക്സ് എന്ന് പറയുന്ന പ്രോജക്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ലക്ഷ്യമിടുന്നത്. ആർട്ടിഫിഷ്യലായി മഴ പെയ്യിപ്പിക്കുക, ഗ്ലോബൽ വാർമിംഗ് തടയാൻ സൂര്യപ്രകാശത്തെ തടഞ്ഞു വെക്കുക. എന്നാൽ ഇത്തരത്തിൽ പ്രകൃതിയെ മാറ്റാൻ ശ്രമിച്ചാൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ട റിസർച്ചുകൾ നടക്കുന്നതല്ലാതെ നടപ്പിലാക്കിയതിന്റെ കൃത്യമായ തെളിവുകളൊന്നും തന്നെ ഇല്ല. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ ബാംഗ്ലൂരിലെയും തമിഴ്നാട്ടിലെയും യുപിയിലെയും ആലിപ്പഴം വരെ വീണ വലിയ മഴകൾ നമ്മളെ ഭയപ്പെടുത്തുന്നത് തന്നെയല്ലേ? ഈ കൊടും ചൂടിൽ ഇങ്ങനെ ഒരു മഴ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രൂപപ്പെടുത്തൂ.